അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസനാ വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, മാതാക്കളെ, MGMന്റെ കർമ്മ പദത്തിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരെ, അർഹമുറാഹിമീനായ പടച്ച റബ്ബ്, കാരുണ്യവാനായ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, റിയാദ് ഏരിയ, വിശ്വാസം ചൂഷണമല്ല വിമോചനമാണ് എന്നുള്ള ഒരു ക്യാപ്ഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് 3 മാസക്കാലം ഗംഭീരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സമൂഹത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്കുമെതിരെ ബോധവൽക്കരണവും അതുപോലെ തന്നെ ഇസ്ലാമിക ദഅവത്തി പ്രവർത്തനങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് ജോലിക്കായി വന്നിട്ടുള്ള ആളുകളാണ്. കേരളം നമുക്കറിയാം, വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാക്ഷരതയും ജീവിത നിലവാരവുമൊക്കെ ഏറെ ഉന്നതമായ അവസ്ഥയിലുള്ള ഒരു നാടാണ്.
വളരെ പ്രബുദ്ധമായ ഒരു നാടാണ് നമ്മുടെ നാട്. സാക്ഷര സുന്ദര പ്രബുദ്ധ കേരളം, ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ പ്രിയമുള്ള സഹോദരിമാരെ, ഞാനും നിങ്ങളും മുസ്ലിങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഖുർആനും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കണം. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരിമാരെ? നമ്മുടെ പ്രബുദ്ധമായ സാക്ഷര സുന്ദര കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സാംസ്കാരിക ഔന്നിത്യമുള്ള നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 5 മാസ കാലയളവിൽ 4 യുവതികൾ കൊല്ലപ്പെട്ടു. 4 യുവതികൾ കൊല്ലപ്പെട്ടു. അത് 2 മുസ്ലിം യുവതികളായിരുന്നു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് ഹസീന എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആരാ കൊന്നത്? ഇവിടുത്തെ പോലീസോ പട്ടാളമോ അല്ല, ഇവിടുത്തെ കള്ളന്മാരോ കൊള്ളക്കാരോ അല്ല. ആരാ പിന്നെ കൊന്നത്? മന്ത്രവാദിയായിട്ടുള്ള ഒരു മുസ്ലിയാരായ പുരോഹിതനാണ് കൊന്നത്. ആ സ്ത്രീക്ക് എന്തൊക്കെയോ ശല്യമുണ്ട്, പ്രേതം, ജിന്ന് ഇതൊക്കെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ അടിച്ച് ചികിത്സിക്കണം, മന്ത്രവാദം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താടിയൊക്കെയുള്ള ഒരു മുസ്ലിയാരായിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ മൃഗീയമായി കൊന്നു. പത്രങ്ങളിൽ വന്നു. പ്രിയമുള്ള സഹോദരിമാരെ, ആ സഹോദരിയുടെ നട്ടെല്ലിൽ ചവിട്ടി കയറി ഇരുന്ന് ആ സ്ത്രീയുടെ തലമുടി പിടിച്ച്, അതേ സമയത്ത് മന്ത്രവാദിയുടെ സഹായി ഒരു കുപ്പി ആ സ്ത്രീയുടെ വായിലേക്ക് കുത്തിക്കയറ്റി, അങ്ങനെ വിവരണാതീതമായ രൂപത്തിലുള്ള കൊടും പീഡനത്തിന് ഇരയാക്കുകയുണ്ടായി. ആ സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. പത്രത്തിൽ ആളുകൾ എഴുതി മന്ത്രവാദികൾ സാഡിസ്റ്റുകളാണ് എന്നുള്ളത്. എന്താ ഈ സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ക്രൂരമായി കൊല നടത്തുക, ക്രൂരമായി ആക്രമിക്കുക. ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ആ ആളുകൾ അനുഭവിക്കുന്ന വേദന കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ, ഇതാണല്ലോ സാഡിസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ആ ഹസീന എന്ന് പറയുന്ന യുവതി മാത്രമാണോ? മലപ്പുറം ജില്ലയിലെ ഒരു കാലഘട്ടത്തിൽ മലബാറിന്റെ മക്ക, മലബാറിന്റെ മദീന എന്ന് വിളിക്കപ്പെട്ടിരുന്ന പൊന്നാനിയിൽ വെച്ച് മറ്റൊരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ മുസ്ലിം പെൺകുട്ടിയും ഈ സമുദായത്തിന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ് എന്നാ പറയപ്പെടുന്നത്. ഫർസാന എന്നോ മറ്റോ പേരാണ്. ആ കുട്ടിയും കൊല്ലപ്പെട്ടത് ഇവിടുത്തെ കള്ളക്കാരാലോ, ഇവിടുത്തെ കള്ളന്മാരുടെ കൈകൊണ്ടോ, ഇവിടുത്തെ കൊള്ളക്കാരുടെ കൈകൊണ്ടോ അല്ല, പിടിച്ചുപറിക്കാരുടെ കൈകൊണ്ടല്ല. മറിച്ചെന്താ, എങ്ങനെയാ കൊല്ലപ്പെട്ടത്? ആ മുസ്ലിം പെൺകുട്ടി യുവതി, ആ ഗർഭിണിയായ യുവതി എങ്ങനെയാ കൊല്ലപ്പെട്ട്? മന്ത്രവാദികളുടെ കരങ്ങളാലാ കൊല്ലപ്പെട്ടത്. ഇത് സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽ ഒരുപാട് തങ്ങന്മാർ, ഒരുപാട് ബീവിമാർ, ഒരുപാട് പുരോഹിതന്മാർ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പലതരം ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സ എന്നാണോ ഇതിന്റെ പേര്? തനി തമ്മാടിത്തം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. യുവതികളെ, അവർക്ക് രോഗമുണ്ട്, അത് അവരുടെ ശരീരത്തിൽ പ്രേതം, ജിന്ന് ഇതൊക്കെ പ്രവേശിച്ചത് കൊണ്ടാണ് അവർക്ക് അസുഖമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിചികിത്സയിലൂടെ, മന്ത്രവാദത്തിലൂടെ, പൂജകളിലൂടെ, ഹോമങ്ങളിലൂടെ അത് ചികിത്സിക്കാം എന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്കിടയിലുണ്ട്. ആ ഒരു വിശ്വാസം, നമ്മളൊക്കെ പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ആളുകളാണല്ലോ. 6000-ലധികം വരുന്ന അല്ലാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ, ഏതെങ്കിലും ഒരു പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഇങ്ങനെ ആളുകൾക്ക്, ഇങ്ങനെ യുവതികൾക്ക്
പ്രേതമോ ജിന്നോ ഒക്കെ ശരീരത്തിൽ കയറി അടിച്ച് ചികിത്സിക്കാമെന്നുണ്ടോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ തിരുമേനി 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ മക്കയിലും മദീനയിലുമായി കൊണ്ട് 23 കൊല്ലക്കാലഘട്ടം ജീവിച്ചു. 23 കൊല്ലം. 63-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടല്ലോ. ആ നീണ്ട 23 വർഷത്തിനിടക്ക് ഒരു സംഭവമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, ഏതെങ്കിലും ഒരു പുരുഷന് ഇങ്ങനെ പ്രേതം കയറിയിട്ടുണ്ട്, ജിന്ന് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അപസ്മാരമുണ്ടാകുന്നത്, അതുകൊണ്ടാണ് അസുഖമുണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ വീട്ടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ബിസിനസ് തകരുന്നത്, അതുകൊണ്ടാണ് എല്ലാ നിലക്കുമുള്ള വളർച്ചയും വികാസവും തടയപ്പെട്ടത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും യുവതിയാകട്ടെ യുവാവാകട്ടെ പ്രായം ചെന്ന ആളുകളാകട്ടെ ആരെങ്കിലും അങ്ങനെ കൊല നടത്തിയിട്ടുണ്ടോ, ചികിത്സിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസ രംഗത്തെ ചൂഷണമാണ്, കടുത്ത ചൂഷണമാണ്. ഈ രാജ്യത്ത് കടുത്ത കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ചെയ്യുന്ന അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള രൂപത്തിലാണ് ഈ നമ്മുടെ നാട്ടിൽ യുവതികളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നും, നമ്മൾ അൽഹംദുലില്ലാഹ് ഒരുപക്ഷെ ഖുർആനുമായി ബന്ധമുള്ള ആളുകളാണ്, ഖുർആൻ ലേണിംഗ് സ്കൂളിന് പോകുന്നവരാണ്, കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നവരാണ്, വീട്ടിൽ 5 സമയം നമസ്കരിക്കുന്നവരാണ്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജാറങ്ങളും ദർഗകളുമുണ്ട്, ഒരുപാട് തങ്ങന്മാരും ബീവിമാരുമുണ്ട്. അവരൊക്കെ ഇതുപോലെയുള്ള ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുക. അവിടേക്ക് പർദ്ദയും മഫ്തയും ഇട്ട എത്രയോ മുസ്ലിം സഹോദരിമാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി പലതരം ചികിത്സകളും പലതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുന്നത് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള ചില ചാനലുകാർ, ചില പത്രക്കാർ ചില സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ മൂക്കത്ത് വിരൽ വെക്കും. ഒരുപക്ഷെ വളരെ മനോഹരമായി പർദ്ദയൊക്കെ ധരിച്ച് അച്ചടക്കമുള്ള ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാം. അങ്ങനെയുള്ള ഒരു സ്ത്രീ വലിയ ആരാധനാ മനസ്സോടുകൂടെ ഭക്തിയോടുകൂടെ എങ്ങോട്ടാ പോകുന്നത്? തെയ്യക്കോലങ്ങളുടെ അടുത്തേക്ക്. അതുപോലെ തന്നെ ഇതുപോലെ മന്ത്രവാദ ചികിത്സ നടത്തുന്ന ജ്യോത്സ്യന്മാരുടെയും പണിക്കന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും അടുത്ത്. എന്നിട്ടോ എന്താ ചെയ്യുന്നത്? അവിടെ കള്ള് പോലും സമർപ്പിക്കുന്നു, മദ്യം അവർക്ക് ദക്ഷിണയായി കൊടുക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ വിശ്വാസരംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചൂഷണങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ ഒരുപാട് ജാറങ്ങൾ, നമ്മൾ ബസ്സിലോ മറ്റോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രദേശത്തും ജാറങ്ങളാണ്. ഈ ജാറങ്ങളിലേക്കൊക്കെ ആരാ പോകുന്നത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ടൂറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് ടൂറുകൾ? അതായത് ബസ് സംഘടിപ്പിച്ച് അതിൽ സ്ത്രീയും പുരുഷനും ഒക്കെ സീറ്റ് ബുക്ക് ചെയ്ത് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരുപാട് ജാറങ്ങൾ, അത് പുത്തൻപള്ളിയും പുതുവന്നാനിയും മുനമ്പത്തും മാത്രമല്ല, മമ്പുറവും അതുപോലെ ഇടിയങ്ങരയും മാത്രമല്ല, ഏർവാടിയും അജ്മീറും നാഗൂരും മുത്തുപേട്ടയും അടങ്ങുന്ന നിരവധി സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. തീർച്ചയായും നാം നരകം അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണ്? ധാരാളം ആളുകൾക്ക്. മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും പെട്ട കുറെ ആളുകൾക്ക് വേണ്ടിയാണ്. അവരെന്താ? അവരുടെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പോകുന്നത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ
ഉലൈക കൽ അൻആം. കണ്ടോ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, മനസ്സുണ്ട്, അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുണ്ട്, പക്ഷെ അതുകൊണ്ട് കണ്ടറിയുന്നില്ല, കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അവർക്ക് ചെവിയുണ്ട്, അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നില്ല. എത്ര എത്ര സംഭവങ്ങളാണ് ഈ മന്ത്രവാദികളുടെ കൈകളാൽ, പൂജാരികളുടെ കൈകളാൽ, തങ്ങന്മാരുടെ കൈകളാൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികളുടെ, യുവതികളുടെ ജീവൻ ഹോമിക്കപ്പെടുന്നു, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു, അവരുടെ സ്വർണം കൊള്ളയടിക്കപ്പെടുന്നു, അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പത്തെല്ലാം അവർ കൊണ്ടുപോകുന്നു. എന്നിട്ട് പിന്നെയും ഇത് ആവർത്തിക്കുകയാണ്, ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അവൽ, ആ കന്നുകാലികളെക്കാൾ വഴികെട്ടവരാണ്. ഹുമുൽ ഗാഫിലൂൻ, ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ് എന്നുള്ളതാ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ളൊരു അവസ്ഥയാണിത്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് പറയുന്നു, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ സുന്നത്ത് എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഖബറുകൾ ഉണ്ടല്ലോ, ആ ഖബറുകള് അത് കെട്ടിപ്പൊക്കാൻ വേണ്ടി പാടുള്ളതല്ല, അത് കെട്ടി ഉയർത്താൻ വേണ്ടി പാടില്ല എന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്, അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്നാ അലൈഹി. റവാഹു മുസ്ലിം. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ, ഖബർ പെയിന്റ് അടിക്കൽ വിരോധിച്ചിട്ടുണ്ട്. ഖബർ കുമ്മായം ചെയ്യുക, പെയിന്റ് അടിക്കുക, അത് വിരോധിച്ചിട്ടുണ്ട്. വ അൻ യുഖഅദ അലൈഹി, അതിന്മേൽ ഇരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. വ അൻ യുബ്നാ അലൈഹി, അത് കെട്ടിപ്പൊക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ ഹദീസാണ് പ്രിയമുള്ളവരെ ഇത്. അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദായ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? ഖബറുകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി പാടില്ല, അതിന്മേൽ ഇരിക്കാൻ വേണ്ടി പാടില്ല, അതിന്മേൽ പെയിന്റ് അടിക്കാൻ വേണ്ടി പാടില്ല. വഫീ റിവായത്തിൻ വഅൻ യുക്തബ അലൈഹി, മറ്റൊരു റിപ്പോർട്ടിൽ, മറ്റൊരു ഹദീസിൽ അതിന്മേൽ എഴുതാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക, കന്യാകുമാരി വരെ സഞ്ചരിച്ചു നോക്കുക, എത്ര ജാറങ്ങളാ. കാസർഗോഡ് മാലിക് ബിൻ ദിനാറിന്റെ പേരിലുള്ള ജാറമുണ്ട് എങ്കിൽ, ഉള്ളാളെ തങ്ങളുടെ ജാറമുണ്ട് എങ്കിൽ, ഇങ്ങ് തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയുടെ പേരിലെ ജാറമുണ്ട്. എല്ലാ ജാറങ്ങളിലേക്കും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തിനാ ജാറങ്ങളിലേക്ക് പോകുന്നത്? ജാറങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ പ്രിയമുള്ളവരെ? എന്തിനാ അവിടെ പോകുന്നത്? സ്വന്തം വിഷമങ്ങൾ പറയാനാ ആളുകൾ പോകുന്നത്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തുകൊണ്ട് ഖബറിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, അവരുടെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടിയല്ല, അതിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയല്ല, അവരുടെ ഖബർ വിശാലമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയല്ല. അല്ലാഹുമ്മ ജഅൽ ഖബറഹു റൗളതൻ മിൻ റിയാദിൽ ജന്ന വലാ തജഅൽ ഖബറഹു ഹുഫറതൻ മിൻ ഹുഫരിൻ നീറാൻ എന്ന് ദുആ ചെയ്യാനല്ല. അല്ലാഹുവേ, ഇവരുടെ ഖബർ അത് സ്വർഗീയ സുഗന്ധമുള്ള, സ്വർഗത്തിന്റെ പരിമളമുള്ള ഒരു വീടാക്കി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല. റബ്ബേ, അവരുടെ ഖബർ നരകത്തിന്റെ ആഴത്തിലുള്ള കുണ്ട് അതുപോലെ ഒന്ന് ആക്കി തീർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാനല്ല. മറിച്ച് എന്തിനാ പോകുന്നത്? ആ ഖബറിന്റെ അടുത്ത് പോയിട്ട്, ജാറങ്ങളിൽ പോയിട്ട് സ്വന്തം വിഷമങ്ങൾ പറയാ. എന്താ വിഷമങ്ങൾ? മകന്റെ അസുഖം മാറാൻ, മകളുടെ അസുഖം മാറാൻ, അസുഖങ്ങൾ മാറാൻ, വീടിന്റെ കുടുംബത്തിലെ നഷ്ടം നികത്താൻ, അതുപോലെ തന്നെ മോഹങ്ങൾ സഫലമാക്കാൻ,
കുഞ്ഞുങ്ങളുണ്ടാകാൻ, ഇതിനൊക്കെ അവിടെ വേണ്ടി പോകാൻ. അവിടെ ചെന്നിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാണ്. പാടുണ്ടോ പ്രിയമുള്ളവരെ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ളവർ, ആ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ളവർ, ആ റസൂലുള്ളാഹിന്റെ കൂടെ അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? എന്താണോ ആ ഹബീബി ഉമ്മത്തിനെ പഠിപ്പിച്ചതെന്നോ ആ റസൂലുള്ള പഠിപ്പിച്ചു. കബറുകൾ കെട്ടി ഉയർത്താൻ വേണ്ടി പാടുള്ളതല്ല, കബറുകൾ കുമ്മായമിടാൻ വേണ്ടി പാടുള്ളതല്ല. അതുകൊണ്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ പറയുകയാണ്, ഞാൻ മക്കയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ഭരണാധികാരികൾ അവിടെ ഉയർത്തപ്പെട്ട കബറുകൾ ഉണ്ടല്ലോ, ആ കബറുകൾ അവിടുത്തെ ഭരണാധികാരികൾ തട്ടി നിരപ്പാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പണ്ഡിതന്മാരൊന്നും അതിനെ ആക്ഷേപിക്കുന്നതായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലാക്കണം, അവിടുത്തെ ഭരണാധികാരികൾ, ഇമാം ഷാഫി മക്കയിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ഭരണാധികാരികൾ എന്ത് ചെയ്യും? ഉയർത്തപ്പെട്ട കബറുകൾ തട്ടി നിരപ്പാക്കും. എന്തുകൊണ്ടാ? അള്ളാന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. കബറുകൾ അത് തട്ടി നിരപ്പാക്കണം. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർത്തപ്പെട്ട കബറുകൾ സമനിരപ്പാക്കാതെ നീ വിടരുത് എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നോ? സമ്പത്തുണ്ടാകാനോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനോ അല്ല, മറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, റബ്ബേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ, ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റല്ലേ. അള്ളാന്റെ റസൂൽ പറയാ, പ്രാർത്ഥിക്കാൻ, അള്ളാഹിനോട് ദുആ ചെയ്യാ. എന്നിട്ട് മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, വലാ തത്തഖിദു ഖബ്രി ഈദാ, എന്റെ ഖബർ ആഘോഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി, ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് എന്ന്. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയോ, കൊണ്ടോട്ടി അറിയോ, പട്ടാമ്പി അറിയോ, മമ്പുറം അറിയോ, അവിടെയൊക്കെ ജാറങ്ങളുണ്ട്, അവിടെയൊക്കെ നേർച്ചകളാണ്. എങ്ങനെയുള്ള നേർച്ചകളാ പ്രിയമുള്ളവരെ? ആണും പെണ്ണും ഒക്കെ, അന്യരായ ആണും പെണ്ണുമൊക്കെ കൂടി കലർന്ന് അവിടേക്ക് പോകുക. മൗലീദ് പാരായണം, മൗലീദ് പാരായണം. ഓരോ ആളുകൾക്ക് ഓരോ സങ്കടങ്ങൾ, ഓരോ വിഷമങ്ങൾ, അത് പറയാൻ വേണ്ടി പോകുക. എന്നിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ജാറം മുത്തുകയാണ്, ജാറത്തിനെ തൊട്ടു തടവുകയാണ്, ജാറത്തിന് സുജൂദ് ചെയ്യുകയാണ്, ജാറത്തിന് തവാഫ് ചെയ്യുകയാണ്. ജാറത്തൊക്കെ ചെന്ന് ഭവ്യതയോടുകൂടെ കരഞ്ഞ് കരഞ്ഞ് മനസ്സിൽ തട്ടി ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ നോക്കൂ, എൻ്റെ നാട് പാലക്കാടാണ്. പാലക്കാട് ടൗണിൽ ഒരു ജാറമുണ്ട്, മഞ്ഞക്കുളം ജാറം എന്ന് പറയും. അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് കവാടം, രണ്ട് ഭാഗം, ഒന്ന് സ്ത്രീകൾക്കും ഒന്ന് പുരുഷന്മാർക്കും. അവിടെ ജാറം മൂടും. പ്രിയമുള്ളവരെ, ഇപ്പൊ ഈ സ്ത്രീകളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാലേ ചെറിയ പിഞ്ചു കുട്ടിനെ എടുത്തു പോയിട്ട് ആ കുട്ടിക്ക് പേരിടാനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ജാറം മൂടും. അവിടെ കൊടിയുണ്ട്, ആ കൊടി ജാറത്തിൽ ഇങ്ങനെ തടവി ഈ വരുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് തടവും. അവിടുന്ന് എണ്ണ കയ്യിൽ ഒഴിച്ചു കൊടുക്കും. അത് ആളുകൾ ഇങ്ങനെ കുടിക്കും, തലയിൽ ഇങ്ങനെ തേക്കും, പണം കൊടുക്കും. പ്രിയമുള്ളവരെ, അവിടെ 25ഓളം വരുന്ന നിലവിളക്കുകൾ, വ്യത്യസ്ത വലിപ്പമുള്ള നിലവിളക്കുകളുണ്ട്. ഇതെന്തിന്റെ പേരിലാണ് നടക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ പേരിലാണ് നടക്കുന്നത്. ഖുർആനിന്റെ ആളുകളുടെ പേരിലായി ഇത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താ മുത്തുനബി പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, നാഥാ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ. മദീന മുനവ്വറയിൽ നിങ്ങൾ പോയിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ എവിടെയല്ലേ? ആയിഷ ബീവിയുടെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ ഖബർ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള
ആ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തപ്പോ ലോകത്തൊരു ഖബറും അങ്ങനെ ആകാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. ഒരു ഖബറും ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി കൂടാ. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഇന്ന് അങ്ങനെയാണ് പ്രിയമുള്ളവരെ. എത്രയോ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ പണം അയച്ചു കൊടുക്കുക. ഈ പണം അയച്ചിട്ട് അതിന്നൊരു ഭാഗം എടുത്തിട്ട് വാഹനം വിളിച്ച് ബന്ധുക്കളെയും കൂട്ടിയിട്ട് ആളുകളുണ്ടല്ലോ വളരെ പ്രാർത്ഥനാ മനസ്സോടുകൂടെ പോയിട്ട് ആ ജാറത്തിങ്കൽ പോയിട്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാ. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ ഹബീബായ റസൂല് വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന സംഭവങ്ങളുണ്ട്. അള്ളാഹിന്റെ റസൂല് മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് കടുത്ത പനി ബാധിച്ചു. അങ്ങനെ ആ 4ാമത്തെ ദിവസം, മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പുള്ള ചരിത്രം പ്രവാചകന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. 3ാമത്തെ ദിവസം പറയുന്നുണ്ട്, 2ാമത്തെയും ദിവസം പറയുന്നുണ്ട്. എന്താണ്? മരിക്കുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് കടുത്ത പനി ബാധിച്ചിട്ട് ഒന്നിനും വയ്യാത്ത അവസ്ഥ, വറക്കുക. പ്രവാചകന് പലപ്പോഴും വെള്ളം നനച്ച് ആ വെള്ളമൊക്കെ ഒഴിക്കും, വെള്ളം നനച്ച് വസ്ത്രം മുഖത്തിടും, ബോധം നഷ്ടപ്പെടും. ബോധം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെടും. ആ ബോധം തിരിച്ചു വരുന്ന ഘട്ടത്തില് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? പ്രിയമുള്ള സഹോദരിമാരെ, മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലുള്ളാഹ് പറയുകയാണ്, ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിക്കട്ടെ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിക്കട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ കബറിടങ്ങൾ അവർ ആരാധനാ കേന്ദ്രമായി സ്വീകരിച്ചു. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇന്ന് ആളുകൾ മരണപ്പെട്ടാൽ അവരുടെയൊക്കെ ആ കബറുകൾ ആരാധനാ കേന്ദ്രമായി സ്വീകരിക്കുക. അവിടെ ചെന്നിട്ട് ആ തവാഫ് എവിടെ പറ്റുള്ളൂ പ്രിയമുള്ളവരെ? പരിശുദ്ധ കഅബാലയത്തിങ്കൽ തവാഫ് ചെയ്യാണ് കബറിനെ. അവിടെ ചെന്ന് തൊട്ടുമുത്തുക. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഈളാഹ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ രേഖപ്പെടുത്തി, വലാ തുഖബ്ബിൽഹു, ഖബറിനെ നീ ചുംബിക്കരുത്, അതുപോലെ തൊട്ട് തടവരുത് പറഞ്ഞു. അവിടെ തവാഫ് പാടില്ല പറഞ്ഞു. പക്ഷേ ഈ സമുദായത്തിലെ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ അങ്ങോട്ട് കൊണ്ടുപോകുക, എന്നിട്ട് അവിടെ അതൊക്കെ ചെയ്യാണ്. ആയിഷാ ബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ജൂത ക്രൈസ്തവന്മാരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അവർ അവരുടെ മഹാന്മാരുടെ അമ്പിയാക്കളുടെ കബറിടങ്ങൾ ആരാധനാ കേന്ദ്രമായി സ്വീകരിച്ചു. എന്നിട്ടോ യുഹദ്ദിറു മാ സനഉ, മുസ്ലിം സമുദായമേ, ഖുർആനിന്റെ അനുയായികളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരാൾ മരണപ്പെട്ടാൽ അയാൾ സ്വാലിഹായിരുന്നു, അയാൾ പുണ്യവാളനായിരുന്നു, അതുകൊണ്ട് അയാളുടെ ആ ഖബർ കെട്ടിപ്പോക്കാം. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് സഹായങ്ങൾ തേടാൻ ചോദിക്കാം, പ്രാർത്ഥിക്കാം എന്നുള്ള അതുണ്ടല്ലോ, അത് നിങ്ങൾ സൂക്ഷിക്കണം. അത് പാടുള്ളതല്ല എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകന് പറയാ, അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു എന്ന, റബ്ബിന്റെ കോപമുണ്ടാകുമെന്ന. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ഈ ഖബറിൽ കിടക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ വലിയകളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഓച്ചിറ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ സ്ഥലം, അതിന്റെ പ്രത്യേകത എന്താ? ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പാപ്പയുണ്ട്. കേരളത്തിലെ കേരള ശബ്ദം എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ട്. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ ഏറെ അറിയപ്പെടുന്ന മാസികയാണ്. അതിൽ ഒരു പ്രാവശ്യം വന്നത് എന്താ അറിയോ? ഓച്ചിറ ഉപ്പാപ്പയെ സംബന്ധിച്ചുള്ള ഒരു ഫീച്ചർ. എന്താ സംഭവം? നമ്മുടെ നാട്ടിലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ
അദ്ദേഹത്തിന്റെ ജാറം ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ഉപ്പാപ്പ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മെ പോലെ മജ്ജയും മാംസവും ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ, മുസ്ലിം സഹോദരന്മാർ സഹോദരിമാർ അങ്ങോട്ട് പോകാൻ, കുട്ടികളുടെ അസുഖം മാറാൻ, സ്വന്തം അസുഖം മാറാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ, ബിസിനസ്സിന് ലാഭം ഉണ്ടാകാൻ, പ്രയാസങ്ങൾ അകറ്റപ്പെടാൻ, ഹാജത്തുകൾ സഫലമാകാൻ, ഇതിനൊക്കെ വേണ്ടി പോവുക. ഓച്ചിറ ഉപ്പാപ്പാര ആ കേരള ശബ്ദത്തിലെ അയാളുടെ ഫോട്ടോ കൊടുത്ത ഔറത്ത് പോലും മറക്കാത്തൊരു മനുഷ്യൻ. അവിടുത്തെ സമീപവാസികളായ ആളുകൾ പറയാ, ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയുങ്ങള്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത ഓച്ചിറ ഉപ്പാപ്പയുടെ ജാറം, അദ്ദേഹത്തിന്റെ പേര് ദാമോദരൻ അയ്യപ്പൻ. പേര് ദാമോദരൻ അയ്യപ്പൻ എന്നാ. അങ്ങനെയുള്ള ഒരാളാണ്. എന്നിട്ടോ അദ്ദേഹത്തിന് കിട്ടിയ പേരെന്താ നിങ്ങള്? കുപ്പസ്വാമി. എന്താ ഈ കുപ്പസ്വാമി എന്ന് പറഞ്ഞാൽ? ഇദ്ദേഹത്തിന് മാനസികമായിട്ട് പല തകരാറുകൾ ഉണ്ടായിരുന്ന. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഈ വേസ്റ്റ് നിന്നൊക്കെ ഭക്ഷണ സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഭക്ഷണ സാധനങ്ങളും അല്ലാത്തതൊക്കെ എന്ത് ചെയ്യാള് പോക്കറ്റിലും വസ്ത്രത്തിലൊക്കെ ഇടും. അങ്ങനെയാണ് കുപ്പകൾ, ചപ്പുകളൊക്കെ ഇടുന്ന ഒരാൾ നിലനിൽക്കാണ് കുപ്പസ്വാമി എന്ന്. അവിടുത്തെ ചില ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീടുകളിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടെന്നാണ് എന്ത്? കുപ്പസ്വാമി വീടിന്റെ ഐശ്വര്യം. പ്രിയമുള്ളവരെ, നമ്മള് മുസ്ലിങ്ങളായ ഞാനും നിങ്ങളും ഇവർക്കൊക്കെ ദഅവത്ത് എത്തിച്ചു കൊടുക്കണം. നമ്മൾ മുസ്ലിങ്ങളുടെ മാത്രം ദഅവത്ത് ചെയ്യുന്ന ആളുകളല്ല. ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അവര് ഒരിക്കലും ഇതുപോലെ മാനസിക രോഗിയായി കാഫിറായിരുന്ന ഒരാള്, അദ്ദേഹത്തിന് ഈ നമ്പൂതിരിമാരൊക്കെ കെട്ടുന്ന ബ്രാഹ്മണന്മാര് പൂനൂല് കിട്ടും, ആ പൂനൂല് അടക്കണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് ഏഷ്യാനെറ്റില് ഒരു സംഭവം വന്നു. അതിൽ പറയുന്നത് അദ്ദേഹം സുന്നത്ത് പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുടെ ജാറമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തത്. അങ്ങോട്ട് ആളുകൾ പോകാൻ, അങ്ങോട്ട് ആളുകൾ പോയിട്ട് അവിടെ ദുആ ചെയ്യാൻ, ഓച്ചിറ ഉപ്പാപ്പയോട് ദുആ ചെയ്യാൻ. പ്രിയമുള്ളവരെ, ഇതുപോലെ നിങ്ങൾ നോക്കൂ, ജാറം കെട്ടരുത്, ജാറം പൊക്കരുത് എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമുദായത്തിന്റെ അവസ്ഥയാണത്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്കണം, ഇപ്പൊ ഇവര് ഷാഫി മദ്ഹബാണെന്നാണല്ലോ പറയുന്നത്. ഷാഫി മദ്ഹബിന് എന്താണ് ശരിക്കും ഹുക്ം എന്ന് അറിയെങ്കിൽ, ഷാഫി മദ്ഹബിൽ ശരിക്കും പറയുന്നത് ഇതുപോലെയുള്ള ഖബറുകളും ഖബറിന് മീതെയുള്ള കുബ്ബകളും അതൊക്കെ തകർക്കണം എന്നുള്ളതാ. സത്യത്തിൽ ഈ പുരോഹിതന്മാരുണ്ടാക്കുന്ന സംഭവം ഞാന് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയുള്ള ഒരു കാര്യം നിങ്ങളോട് വായിക്കാം, ശ്രദ്ധിക്കൂ. വയജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അവർറു മിൻ മസ്ജിദിൽ ളിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لأنه نهى عن ذلك وأمر بهدم القبور ويجب إزالة كل كنديل أو سراج على قبر ولا يصح وقفه ولا نذره. സാക്ഷാൽ ഷാഫി മദ്ഹബിലെ മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സവാജിർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്ത വയജിബുൽ മുബാദറതു ലിഹദ്മിഹാ, ഇങ്ങനെയുള്ള കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ള ജാറങ്ങൾ തകർക്കാൻ വേണ്ടി ധൃതിപ്പെട്ടു പോകൽ വാജിബാണ്. മെല്ലെ പോകണ്ടെന്നല്ല, ധൃതിപ്പെട്ടു പോയിട്ട് അത് തകർക്കണമെന്ന. എന്നിട്ടോ വഹദ്മിൽ ഖിബാബ് അല്ലത്തി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മീതെയുള്ള കുബ്ബകൾ തകർക്കണം. ഇത് ഹിയ അവർറു മിൻ മസ്ജിദിൽ ളിറാർ, അത് മസ്ജിദുൽ ളിറാറിനേക്കാൾ അപകടകരമാകുന്നു. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? അത് ഹബീബായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാകുന്നു. ലിഅന്നഹു നഹാ അൻ ദാലിക, അതുകൊണ്ടാണ് ആ നബി തങ്ങൾ അത് വിരോധിച്ചിട്ടുള്ളത്. വഅമറ ബിഹദ്മിൽ ഖുബൂർ, ആ ഖബറുകളും തകർക്കണമെന്ന് ഹബീബായിട്ടുള്ള മുഹമ്മദ് നബി കൽപ്പിച്ചിട്ടുണ്ട്. വയജിബു ഇസാലത കുല്ലി കിന്ദീലിൻ, അവിടെ കത്തിച്ചു വെക്കപ്പെട്ട ദീപങ്ങളുണ്ടല്ലോ, നിലവിളക്കുകൾ ഉണ്ടല്ലോ, ഔ സിറാജിൻ അലാ ഖബറിൻ,
ഖബറിന് മീതെയുള്ള നിലവിളക്കുകളും മറ്റുള്ള എല്ലാ ദീപങ്ങളും എല്ലാ ലൈറ്റുകളും അത് നീക്കം ചെയ്യലും നിർബന്ധമാകുന്നു. വലാ യസ്ഹു വഖഫുഹു ഔ നദറുഹു, അങ്ങോട്ട് വഖഫ് ചെയ്യാനോ അങ്ങോട്ട് നേർച്ച നേരാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ ഇത് സഹീഹാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ആളുകൾ ഇങ്ങോട്ട് പോയാൽ വിളക്ക് നേർച്ച നേരും, ചന്ദനത്തിരി മുതൽ വസ്ത്രം മുതൽ പലതും അങ്ങോട്ട് നേർച്ച നേരും. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ നിങ്ങൾ നോക്കൂ. ഈ മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. വേങ്ങര ഒരു പ്രത്യേകതയുണ്ട്. വേങ്ങര കോയപ്പാപ്പ. ഞാനിത് പറയുന്നത് 995 ജനുവരി മാസം സുന്നത്ത് എന്ന് പറയുന്നൊരു മാസിക, ആ മാസികയിൽ വന്ന കാര്യമാണ്. ഇത് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരിറക്കുന്ന ഒരു മാസികയാണ്. ഇതിൽ വന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു വലിയന്റെ കഥയാണ് പറയുന്നത്. മനസ്സിലായല്ലോ? വലിയ ഔലിയ എന്ന് കേട്ടിട്ടില്ലേ? ഔലിയ എന്ന് കേൾക്കാത്ത ആളുകളില്ലല്ലോ. ആരാണ് ഔലിയ? ആളുകളുടെ ധാരണ എന്താ? ഔലിയ എന്ന് പറഞ്ഞാൽ കുളിക്കാത്ത, അലക്കാത്ത, മുഷിഞ്ഞ് ജട പിടിച്ച മുടിയുമായി മാറാപ്പുമായി ഭാണ്ഡവുമായി നടക്കുന്ന, ഒരു പച്ച ഷാളൊക്കെ ഇങ്ങനെ ധരിച്ചിട്ടുള്ള, അങ്ങനെയുള്ള മന്ദബുദ്ധിയായിട്ടുള്ള ഒരാളാണ്. അത് വലിയാണ്. അപ്പൊ അയാളെന്താ അങ്ങനെ നടക്കുന്നത് വെച്ചാൽ അയാള് മഅരിഫത്തിന്റെ ഹാലിലാണ്, ഒരു പ്രത്യേകമായ ദറജയിലാണ് എന്നൊക്കെയാണ് ആളുകളുടെയൊക്കെ വിശ്വാസം. പ്രിയമുള്ള സഹോദരിമാരെ, അപ്പൊ ഞാൻ ഈ മാസികയിലെ കാര്യങ്ങൾ വായിക്കാം. ഇവര് ഈ സമൂഹത്തില് ആയിരക്കണക്കിനായിട്ടുള്ള സഹോദരിമാരും സഹോദരങ്ങളും മുസ്ലിം സമുദായത്തിലെ ആളുകൾ പോകുന്നത് എങ്ങോട്ടാ? ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്കാ. വേങ്ങര കോയപ്പാപ്പയെ കുറിച്ച് പറയാൻ എനിക്ക് മടിയുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിന്റെ 17ാമത്തെ പേജിലാണ് 995 ജനുവരി മാസം സുന്നത്ത് എന്ന് പറയുന്ന മാസികയുടെ 17ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. നാട്ടിൽ കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വരൾച്ചയിട്ട് ഭയങ്കര ക്ഷാമാണ്. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. കുറച്ച് ആളുകൾ കൂടിയിട്ട് ഈ ഉപ്പാപ്പന്റെ അടുത്ത്, വേങ്ങര കോയപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോ ഈ ആളുകൾ ചെന്നപ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി ഇവരെന്തിനാ വന്നിട്ടുള്ളത്. ഇയാൾ അങ്ങോട്ട് പറയാം, ഓ മഴ ഇല്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പർ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. ഇതൊരു വലിയന്റെ ഔലിയന്റെ കഥ പറയുന്നത്. ഇത് നമ്മൾ എഴുതിയല്ല, മുജാഹിദുകൾ എഴുതിയതല്ല, ഇത് സാക്ഷാൽ സമസ്തക്കാരെഴുതിയ. പ്രിയമുള്ളവരെ, ഒരു വലിയന്റെ ആളുകളുടെ മുമ്പിൽ ഔറത്ത് കാണിച്ച് നിന്ന് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ കഷ്ടം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാണ്, ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. മൂത്രമൊഴിച്ചിട്ട് ഉടൻ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരിക്കലല്ല, പലതവണ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ നോക്കൂ, ഇതുപോലെയുള്ള ഏതാനും സംഭവങ്ങൾ പൊക്കിപ്പിടിച്ച് ചില കുബുദ്ധികൾ വന്ധ്യനായ കോയപ്പാപ്പ അവരുകളെ താറടിക്കുന്നതായി കാണാം. ഇതുപോലുള്ള സംഭവത്തിന്റെ പേരിൽ അയാൾ താറടിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്താണ്? മജ്ദൂബായ ഔലിയാക്കളുടെ മർത്തബകളും അവരുടെ അഹ്വാലുകളും അറിയാത്തത് കൊണ്ടോ അറിവില്ലായ്മ നടിക്കുന്നത് കൊണ്ടോ ആണ് ഇക്കൂട്ടർ അതിന് മുതിരുന്നത്. കണ്ടോ? പ്രത്യേകമായ ഹാലിലാണ്, പ്രത്യേകമായിട്ടുള്ള മജ്ദൂബായിട്ടുള്ള ഒരു തരം ഹാലിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഔലിയാക്കൾ എന്നുള്ളതാ. ഇതിപ്പോ ഒരാളുടെ കഥയിലിട്ട് ഞാൻ പറയുന്നത്, ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്ന്, കിതാബുള്ളയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് വലിയ, ആരാണ് ഔലിയ എന്ന്. ഔലിയ എന്ന് പറഞ്ഞാൽ അലക്കാത്ത, കുളിക്കാത്ത, മുഷിഞ്ഞ് ജടകുത്തി നടക്കുന്ന മനുഷ്യരാണോ, അതോ ആരാണ് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല പറയാൻ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അറിയുക പ്രിയമുള്ളവരെ,
തീർച്ചയായും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒന്നും ഭയമില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല, അല്ലദീന ആമനൂ, അവർ വിശ്വാസികളാകുന്നു, വകാനൂ യത്തഖൂൻ, അവർ ഭക്തന്മാരാകുന്നു. ഈമാനും തഖ്വയുള്ള ആളുകളാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗമല്ല. എനിക്കും നിങ്ങൾക്കൊക്കെ ഔലിയായി മാറാൻ കഴിയും. എന്തേ വേണ്ടുള്ളൂ? ഈമാനും തഖ്വയും. അതെനിക്കുണ്ടോ? ഞാൻ വലിയാണ്, അള്ളാന്റെ ഔലിയാക്കളിൽ പെട്ടവനാണ്. നിങ്ങൾക്കുണ്ടോ ഈമാനും തഖ്വയും? നിങ്ങൾ അള്ളാന്റെ ഔലിയാണ്, ഒരു സംശയവും വേണ്ട. അതാ അള്ളാന്റെ ഖുർആൻ പറയുന്നത്. ഇത് നാട്ടിലെങ്ങനെയാ ഔലിയാക്കന്മാര്? ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ആളുകളുടെ മുമ്പിൽ ഔറത്ത് പോലും കാണിക്കുന്ന, ചിലപ്പോ മാനസിക നില തകരാറുള്ള, അതുപോലെ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, നമസ്കരിക്കുക പോലും ചെയ്യാത്ത, ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് കൊണ്ട് നടക്കാത്ത ആളുകൾക്കൊക്കെ ഔലിയ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ഇമാമിങ്ങൾ പറയാം, അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി. വലി എന്ന് പറഞ്ഞാൽ ഹുവൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി, അല്ലാഹുവിനെ കുറിച്ചും അവന്റെ സിഫത്തുകളെ കുറിച്ചും നന്നായി അറിഞ്ഞു ഉൾക്കൊണ്ടവനാണ് വലിയ. അൽ മുവാലബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്. പ്രിയമുള്ള സഹോദരിമാരെ, ഔലിയ എന്ന് പറഞ്ഞാൽ അതാരാണ്? അല്ലാഹു തആലയെ സംബന്ധിച്ച് അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ് ഉൾക്കൊണ്ടവർ. അതുപോലെ അൽ മുവാലബു അല ത്വാആത്ത്, പുണ്യകർമ്മങ്ങൾ കഴിയുന്നത്ര ചെയ്യുക, അമലു സ്വാലിഹാത്തുകൾ നന്നായി കഴിയുന്നത്ര ചെയ്യുക. അൽ മുജ്തനിബു അനിൽ മആസി, തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ദേഹേച്ഛകളും തന്നിഷ്ടങ്ങളും അതുപോലെ തന്നെ സുഖങ്ങളും ഒക്കെ കഴിയുന്നത്ര ഒഴിവാക്കുക. അവരാണ് വലിയ എന്ന് സാക്ഷാൽ ഷാഫി മദ്ഹബിലെ അഖീദയുടെ ഗ്രന്ഥമായിട്ടുള്ള മഹാനായ തഫ്താസാനി അഷ്ശാഫിഈ തങ്ങളുടെ കിതാബായിട്ടുള്ള ശറഹുൽ മഖാസിദ് ഫി ഇൽമിൽ കലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ കിതാബിലുണ്ട് ശരിക്ക് ആരാണ് ഔലിയ എന്നുള്ളത്. ആരാ ഔലിയ? അള്ളാഹിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, ദീനിപരമായി നടക്കുന്ന ആൾക്കാണ് ഔലിയ എന്ന് പറയാ. എന്ന ആളുകളുടെ ധാരണയോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയമുള്ളവരെ, ഇത്തരം ഔലിയാക്കളുടെ അടുത്തേക്ക് പോകുന്നത് പിന്നെ സ്കൂളിലൊന്നും പോകാത്ത, കോളേജിലൊന്നും പോകാത്ത, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആദിവാസികളെ പോലുള്ള ആളുകളാണ് ഈ ഔലിയാക്കന്മാരുടെ അടുത്ത്, ഇത്തരം ആളുകളുടെ അടുത്ത് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ആൾ ദൈവങ്ങളുടെ അടുത്തേക്കും പുണ്യ പുരുഷന്മാരായി ചമയുന്ന ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാ പോകുന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജസ്റ്റിസ് കൃഷ്ണയ്യർ കേരളത്തിന്റെ ഒന്നാമത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലെ ജസ്റ്റിസ് ആയിരുന്നു. ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാ അദ്ദേഹത്തെക്കുറിച്ച് ഈ ഒരു ചാനലിൽ, മനോരമ ചാനലിൽ ഒരു ഫീച്ചർ വന്നു. എന്താ വന്നറിയങ്ങള്? പുട്ടപ്പർത്തിയിലെ സായിബാബ എന്ന് പറയുന്ന ഒരു മുടിയൊക്കെ എങ്ങനെ ആയിട്ടുള്ള ഒരാൾ കണ്ടല്ലോ നിങ്ങള്, സായിബാബ. അയാള് മരണപ്പെട്ടപ്പോ അതിനുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സെഷനാണ് ഈ ടി വിയിൽ നടക്കുന്നത്. ഈ ജസ്റ്റിസ് പറയാണ്, ഞാൻ സായിബാബയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, കേരളത്തിന്റെ ഒന്നാമത്തെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ജസ്റ്റിസ്, അയാൾ പറയാണ്, ഈ ബാബ എനിക്ക് ഇങ്ങനെ വിഭൂതിയിൽ നിന്ന് മോതിരം എടുത്തു തന്നു, ബാബക്ക് എന്തോ ദിവ്യത്വപരമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത്. വിവരമുള്ളവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നാടൻ താത്ത, പാത്തുമ്മയോ അല്ലെങ്കിൽ കുഞ്ഞിവിയോ, അവരുടെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആളുകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഇത്തരം ആൾ ദൈവങ്ങളുടെയും തങ്ങന്മാരുടെയും
ബീവിമാരുടെയും മന്ത്രവാദികളുടെയും പുരോഹിതന്മാരുടെയും അടുത്ത് പോകുന്നു. അവിടെ ഇവരുടെ ബുദ്ധിയൊന്നും ഇവർ പ്രയോഗിക്കൂല. അവിടെ എല്ലാവരും മണ്ടന്മാരായി നിലകൊള്ളുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യനെ സമുദ്രം, ആ സമുദ്രത്തിലൂടെ അങ്ങനെ നടന്നു പോയാലേ അയാൾ അള്ളാന്റെ വലിയാണ്, അയാൾ ഔലിയയാണ് നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. സമുദ്രത്തിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോയാൽ അയാൾ അള്ളാന്റെ ഔലിയാണെന്ന് വിചാരിക്കണ്ട. ആകാശത്തിലൂടെ പക്ഷികളും പറവകളും പാറി പറന്നുല്ലസിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ പാറിപ്പോകാണ്, അയാൾ അള്ളാന്റെ വലിയാണെന്ന് വിശ്വസിക്കണ്ട. പിന്നെ എങ്ങനെയാ അള്ളാന്റെ വലിയാണെന്ന് വിശ്വസിക്കുക? ആ മനുഷ്യൻ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചും മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തനുസരിച്ചും ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ എന്താണ്? അയാൾ വലിയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ അളീമിൽ രേഖപ്പെടുത്തുകയാണ്, ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ, വെള്ളത്തിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നതായി നിങ്ങൾ കണ്ടാൽ, ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അയൽപക്കത്തൊക്കെ ഉള്ള ഇതുപോലെ ജാറങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളില്ലേ? എൻ്റെ വീട്ടിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു താത്ത വന്നിരുന്നു. പട്ടാമ്പി ഭാഗത്തുള്ള വളരെ നല്ല സ്വഭാവമുള്ള, നല്ല ദീനീപരമായി ബോധമുള്ള ഒരു താത്തയാണ്. എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കും, ഒരുപാട് സൂറത്തൊക്കെ ഓതും ദിവസേന, തബാറക, യാസീന്, ദുഹാന്, വാഖിഅ, അതുപോലെ ദിക്റുകളൊക്കെ ഇങ്ങോട്ട് കുറേ ചൊല്ലും. ആ താത്ത പറയാണ്, അതിൻ്റെ ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി, 13 വർഷമായിട്ട് ഇബ്രാഹിമി മൗലൂദ് കഴിക്കാറുണ്ടെന്നാ. ഇബ്രാഹിമി മൗലൂദ് സാധാരണ നാട്ടിൽ പ്രചാരം ഈ മങ്കൂസ് മൗലൂദ് എന്നൊക്കെ പറയും. ഇബ്രാഹിമി മൗലൂദ് കഴിക്കാറുണ്ടെന്നാ. അപ്പൊ അത് അവരുടെ കുടുംബം പ്രത്യേകം തെരഞ്ഞെടുത്ത് എത്രയോ കാലമായിട്ട് ചൊല്ലി പോരാറില്ല എന്നാണ്. അപ്പൊ ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ള വിശ്വാസമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന താത്തമാരോട്, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറയണം, അള്ളാന്റെ ഔലിയാന്നൊക്കെ പറഞ്ഞിട്ട് വേങ്ങര കോയപ്പാപ്പയാകട്ടെ, ഓച്ചിറ ഉപ്പാപ്പയാകട്ടെ, അജ്മീർ ആകട്ടെ, ഏറുവാടിയാകട്ടെ, എവിടെയാകട്ടെ, ഇവരുടെയൊക്കെ അവസ്ഥ എന്താ? ആരാണ് ഔലിയ? ഇവിടെയുള്ള ഓരോ ഉമ്മമാരും ഓരോ പെങ്ങന്മാരും പറയണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരാള് വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ, ഇമാം ഷാഫി പറയാ, തഫ്സീർ ഇബ്നു കസീറിൽ പറയാ, ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ, വെള്ളത്തിലൂടെ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടാൽ, വയതീറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് കണ്ടാൽ, ഇത് കഴിയോ മനുഷ്യന്മാർക്ക്? വെള്ളത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്, ആകാശത്തിലൂടെ ആളുകൾക്ക് പറക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ കണ്ടാൽ പോലും, അസംബദ്ധ്യമായ കാര്യങ്ങൾ കണ്ടു എന്ന് ധരിച്ചാൽ പോലും, ഫലാ തഗ്തറൂ ബിഹി, അവന്റെ പേരിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ കിതാബിനും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും അനുസൃതമാണോ അയാളുടെ ജീവിതം എന്ന് നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അയാൾ അല്ലാഹുവിന്റെ വലിയാണെന്ന് വിശ്വസിക്കരുത്. പ്രിയമുള്ള സഹോദരിമാരെ, നന്നായി മനസ്സിലാക്കണം. ഇതാണ് വലിയകളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇനി പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടില് ഇപ്പൊ സ്ത്രീകൾക്കിടയിലുള്ള ഒരു വിശ്വാസപരമായ ചൂഷണം എന്ന് പറയുമ്പോൾ, ഈ സ്വലാത്തിന്റെ ഒക്കെ പേരുള്ള ചൂഷണങ്ങൾ, ഈ സ്ത്രീകൾ സ്വലാത്ത് എന്നിങ്ങനെ പറയും. സ്വലാത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹിന്റെ റസൂല് പേര് കേട്ടാൽ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, സ്വലാത്ത് ധാരാളമാക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വലാത്ത് നഗറോ, ഒരു സ്വലാത്തിനായിട്ടുള്ള പ്രത്യേകമായ ഒരു സദസ്സോ, സ്വലാത്ത് സമ്മേളനങ്ങളോ, സ്വലാത്ത് വാർഷികങ്ങളോ നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹിന്റെ റസൂൽ നടത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോ കണ്ടോ, ഈ വർഷം നമ്മുടെ പത്രങ്ങളിൽ അടക്കം വന്നു, സോഷ്യൽ മീഡിയകളിൽ വന്നു, മദീനയിലേക്ക് 1,00,000 സ്വലാത്ത്. അപ്പൊ വേറൊരു ടീം എന്ത് ചെയ്തു?
മദീനയിലേക്ക് 10 ലക്ഷം സ്വലാത്ത് പാർസൽ. എന്നിട്ട് അതിൽ കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫോൺ നമ്പറും വാട്സപ്പിന്റെ നമ്പറും ഒക്കെ. അപ്പോൾ ഏറ്റവും തീവ്രതയുള്ള വിഭാഗം ചെയ്തങ്ങൾ മദീനയിലേക്ക് 1 കോടി സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് 1 കോടി സ്വലാത്ത്. ഈ സ്വലാത്തുകളുടെ പേരിൽ ഭയങ്കര തട്ടിപ്പുകൾ നടക്കുക. ഒരു മുസ്ലിയാർ പറയുകയാണെങ്കിൽ വിശ്വാസപരമായ ചൂഷണം നോക്കണം. TV വരിക താജ് സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഹജ്ജിനുള്ള ഭാഗ്യം ലഭ്യമാകും. കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരിമാർക്ക് അവർക്ക് പ്രസവിക്കാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള തൗഫീഖ് ഉണ്ടാകും. എന്ത് ചെയ്യണം? താജ് സ്വലാത്ത് ചെയ്യണം. തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, ഈ താജ് സ്വലാത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഖലീഫമാരായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചിട്ടുണ്ടോ? അലി ഇബ്നു അബി ത്വാലിബോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. ഒരിക്കലുമില്ല. ആയിരക്കണക്കിന് സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ അങ്ങനെ സ്വലാത്ത്? ഇല്ല. എന്തെല്ലാം സ്വലാത്താണ് പ്രിയമുള്ളവരെ? താജ് സ്വലാത്ത്, സ്വലാത്തുൽ കുബ്ര, സ്വലാത്തുൽ കാമില, സ്വലാത്തുൽ നാരിയ, ഇങ്ങനെയൊക്കെ സ്വലാത്തുകളുണ്ട്. ഈ സ്വലാത്തിലൊക്കെ എന്താ പറയുക? നബിയോടുള്ള പ്രാർത്ഥനയാണ്. നബി കാരണമാണ് മഴ ലഭ്യമാകുക. അള്ളാന്റെ റസൂലിന്റെ വചനം കൊണ്ടാണ് മഴ ലഭ്യമാകുന്നത്. നമ്മുടെ ഹാജത്തുകളൊക്കെ തന്നെയും അത് സഫലമാകുന്നത്, അത് നമുക്ക് നേടിത്തരുന്നത് ആ റസൂലുള്ളാഹിനെ കൊണ്ടാകുന്നു. നമ്മുടെ വിഷമങ്ങൾ, ആപത്തുകൾ അകറ്റപ്പെടുന്നത് അള്ളാഹിന്റെ റസൂല് കാരണമാകുന്നു എന്നാണ് പല സ്വലാത്തിലുള്ളത്. നാരിയ സ്വലാത്തിലൊക്കെ ഉള്ള നമ്മുടെ ഉമ്മമാരൊക്കെ ചൊല്ലുക. സുബഹിന് നിസ്കരിച്ചു കഴിഞ്ഞാലേ എന്നും ഇത് ചൊല്ലുക, ഇത് ദായിമാക്കുക. അവരുടെ വലിയ ആഗ്രഹത്തോടു കൂടെ ചൊല്ലുക. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത സ്വലാത്ത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ സ്വലാത്ത് നഗരങ്ങൾ കണ്ടു കാണും. മലപ്പുറത്തും പല നാടുകളിലും ഉണ്ട്. അവിടെയൊക്കെ എന്താ? റസൂലുള്ളാഹിനോട് പ്രാർത്ഥനയെ. പ്രിയമുള്ളവരെ, സഹോദരിമാരെ, ആരാണ് അല്ലാഹുവിന്റെ റസൂല്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസപ്പെട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള മക്കത്തെ മുശ്രിക്കീങ്ങളുടെ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നുള്ള തത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി ആ റസൂലുള്ളാഹി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുഹമ്മദ് നബിയേ അങ്ങ് പറയണം കേട്ടോ. എന്ത് പറയണം? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. റബ്ബിനോട് മാത്രം. പ്രിയമുള്ളവരെ, വേറൊരു ശക്തിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മലക്കാകട്ടെ, ജിന്നാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാ മുത്തുനബി പഠിപ്പിച്ചത്. മലപ്പുറത്തെ സ്വലാത്ത് നഗറിലെ പ്രാർത്ഥിക്കണത് സയ്യിദായ നബിയേ. റസൂലുള്ളാഹിനെ ഇങ്ങനെ വിളിച്ച ഷഫീആയ റസൂലേ, ഹബീബായ നബിയേ, ഞങ്ങൾക്ക് വിവാഹപ്രായമെത്തിയിട്ടുള്ള പെൺകുട്ടികളുണ്ട്, അവർക്ക് ഉത്തമരായ ഭർത്താക്കന്മാരെ പ്രദാനം ചെയ്യണം. ആരോട്? റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാ. നബിയേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി സംബന്ധമായ രോഗികളുണ്ട്, അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ റസൂലേ. മുത്തുനബി എന്താ പഠിപ്പിച്ചത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ. മലപ്പുറത്തെ സ്വലാത്ത് നഗറിലോ ആ നബിനോട് പ്രാർത്ഥിക്കുക. ഷിർക്കല്ലേ കൂട്ടരേത്? ഏറ്റവും കഠിനമായ ക്രമം. ഞാനിതെന്തിനാ ഞങ്ങളോട് പറയുന്നത്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആയത്തോതി, ഈ സംഭവങ്ങൾ ഓതി നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കണം. വിശ്വാസം, നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹെഡിങ് എന്താ? വിശ്വാസം ചൂഷണമല്ല, വിമോചനമാണ് എന്നുള്ളതാ.
ഇങ്ങനെ ഒരു ചൂഷണം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമാണെന്ന് പറയാ, മുസ്ലിമിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങൾ. സമയം അവസാനിക്കാനായി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് മുഷിപ്പില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വലിയൊരു തട്ടിപ്പ്, ചൂഷണം ഇസ്ലാമിന്റെ പേരിലേ. എന്താ തട്ടിപ്പ്? തട്ടിപ്പ് മുടിയാണ്. മുടി കൊണ്ടുവന്നു, അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട്. അള്ളാന്റെ ഹബീബായ റസൂലുള്ളാന്റെ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിയാർ മുടി കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. ഈ മുടിക്ക് അത് സൂക്ഷിക്കാനേ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്താ പള്ളിയുടെ പേര്? ഷഅറേ മുബാറക് മസ്ജിദ്, മസ്ജിദുൽ ആസാർ. തറക്കല്ലിട്ടു, അതിന്റെ എലിവേഷനൊക്കെ ടിവിയിലും ന്യൂസിലൊക്കെ വന്നു. 40 കോടി. എന്നിട്ട് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്താ പറയുക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എനിക്ക് വിളിക്കാൻ ഓരോരുത്തര് 10,001, 5,001 രൂപ വിളിച്ചു പറയാണെങ്കിൽ ഇതിന് സംഭാവന കൊടുക്കാനുള്ള ചാൻസ് കിട്ടാൻ. കാരണം ഒരുപാട് ആളുകൾ സംഭാവന കൊടുത്താൽ ഈ 40 കോടിയായ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ സ്വീകരിക്കൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ സംഭാവന ബുക്കിഡ് ചെയ്യാണെന്ന് അർത്ഥം. അങ്ങനെ പറഞ്ഞ ആൾ അപ്പൊ എവിടെ പള്ളിയില്ല. കണ്ടങ്ങള് വിശ്വാസികളെ ചൂഷണം ചെയ്യുക. മുടിയെ അള്ളാന്റെ റസൂലിന്റെ മുടിയാണത്രേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകരെ, സഹോദരിമാരെ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ഉറ്റ സ്നേഹിതനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 10 ആളുകൾക്ക് ജീവിക്കുമ്പോൾ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടു. അശ്റത്തുൽ മുബശ്ശിരീൻ. ആ 10 ആളുകളിൽ ഒന്നാമത്തെ ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ ഒരു മുടി വാങ്ങിയിട്ട് കുടിച്ച സംഭവം പറയാൻ പറ്റുമോ? ഉമറുൽ ഫാറൂഖ് കുടിച്ച സംഭവം പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ തലയിൽ ഈ മുടി ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിന്റെ വീട്ടിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട്? ഹൃദയഭേദകമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ലേ? പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മ, ആ ഉമ്മയുടെ പേരിൽ അപവാദ പ്രചരണം പോലും നടന്നില്ലേ? ആ കാലത്ത് മുടി ഉണ്ടായിരുന്നില്ലേ? ഉഹുദില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുസ്ലിം സമുദായം പരാജയപ്പെട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ബന്ധുക്കളടക്കമുള്ള അനുയായികൾ ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ശുഹദാക്കളായില്ലേ? കൊല ചെയ്യപ്പെട്ടില്ലേ? അന്ന് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹിക്ക് ത്വായിഫിൽ ഏറുകിട്ടിയില്ലേ? പ്രവാചകൻ മക്കത്ത് നിന്ന് ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലെ പിള്ളേരെന്ത് ചെയ്തു? കല്ലെടുത്തെറിഞ്ഞു. അപ്പോ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് മുറിവ് പറ്റി രക്തം ധാരധാരയായി ഒഴുകി. അന്ന് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടായിരുന്നില്ലേ? എന്തെല്ലാം സംഭവങ്ങള്! റസൂലുള്ളാഹിന്റെ വീട്ടില് പട്ടിണിയായിരുന്നില്ലേ? ഹദീസുകളിൽ കാണാൻ പ്രിയമുള്ളവരെ, ആഴ്ചകളോളം റസൂലുള്ളാഹിന്റെ വീട്ടില് തീ പുക വന്നാറുണ്ടായിരുന്നില്ല. റസൂലുള്ള പച്ചക്കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിച്ചു. അന്ന് ആ മുടി ഉണ്ടായിരുന്നില്ലേ? മുടി കൊണ്ട് ബർക്കത്തുണ്ടാവും. ചില കുറച്ച് മുടിയാണ് കലക്കി കുടിച്ചുകൂടായിരുന്നോ? എന്താ ചെയ്യാ? അതല്ല ഇസ്ലാമിന്റെ ഒരു രീതിശാസ്ത്രം, അതല്ല. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? ഇമാം ബുഖാരി ഉദ്ധരിക്കുക, വൽ ബറകത്തു മിനല്ലാഹ്. ബർക്കത്ത് മുടിയെന്നല്ല, മിനല്ലാഹ്. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്, വൽ ബറകത്തു മിനല്ലാഹി അസ്സ വജൽ. ഉന്നതനും പ്രതാപവാനുമായ അള്ളാന്റെ അടുത്ത് നിന്നാണ് എന്ത്? ബർക്കത്ത്. മനസ്സിലായ കൂട്ടര്? അപ്പോ നമ്മുടെ നാട്ടിൽ ആ മുടി കൊണ്ടുവന്നിട്ട് എത്ര കോടിയാ തട്ടിയത്? എന്നിട്ട് ആളുകൾക്കൊരു ബോധമുണ്ടോ? ആളുകൾ പിന്നെ ഒഴുക. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു പറയുന്നത്? പിന്നീട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഒരുപാട് ആളുകൾ, പത്രക്കാര്, ഒരുപാട് ആളുകളൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ പുതിയൊരു സംഗതി കൂടെ കൊണ്ടുവരിക. ഞാൻ അവസാനിപ്പിക്കാം. എന്താ സംഗതി? അത് മറ്റൊന്നുമല്ല, മദീന മുനവ്വറയിലെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ മുകളിൽ പൊടിയുണ്ടാകും. കമ്പി വലയിലൂടെ കാറ്റിലും മറ്റുമൊക്കെ വരുന്ന പൊടിയുണ്ടല്ലോ, അതുപോലെ ചന്ദനത്തിന്റെ പൊടിയൊക്കെ അവിടെ വിതറാറുണ്ട്. ആ പൊടി അത് വാരിക്കൂട്ടി അവിടുത്തെ ആള് കാന്തപുരത്തിന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പൊടി, ആ പൊടിക്ക് എന്താ പേര്?
തുർബത്തു ഹുജ്റത്തി ഷരീഫ, എന്നിട്ടത് സംസം വെള്ളത്തിൽ കലക്കി ഈ മുടിയുടെ കൂടെ മുടിയും കലക്കി അങ്ങനെയാണ് പിന്നീട് കൊടുക്കുന്നതെന്നാണ്. എന്നിട്ട് അതിനൊക്കെ ആളുകൾ ഒഴുകി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. പിന്നീട് പ്രവാചകന്റെ പാനപാത്രം, പ്രവാചകന് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാനപാത്രം, ഇങ്ങനെയൊക്കെ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് സമൂഹത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതല്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ല. സമയമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു മരം മുറിച്ച് കളഞ്ഞു. എന്തിനാ മരം മുറിച്ച് അറിയുന്നത് നിങ്ങൾ? ബൈഅത്തുൽ റിദ്വാൻ നടന്ന ഒരു മരമുണ്ട്. ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നടന്ന മരം. ആ മരം ഉമർ റളിയല്ലാഹു അൻഹു മുറിച്ച് കളഞ്ഞു. എന്താ കാരണം? ആളുകൾക്കൊക്കെ അങ്ങോട്ട് പോകാൻ ഒരു തരം താല്പര്യം, അവിടെ ചെന്ന് ഇങ്ങനെ എന്തോ ഒരു പുണ്യം കിട്ടും എന്നൊക്കെയുള്ള ധാരണ. ഉമറുൽ ഫാറൂഖ് നല്ല ബുദ്ധി കൂർമ്മതയുള്ള ആളായിരുന്നു. മരം മുറിച്ച് കളഞ്ഞു. മനസ്സിലായല്ലോ കൂട്ടരെ? ഒരിക്കലേ ഈ ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ പിന്നെ ഒരു മരം വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്തിനാ മരം? അപ്പം അന്ന് കാഫിര്യങ്ങൾക്ക് മരമുണ്ട്, മുശ്രിക്കീങ്ങൾക്ക്. അവരവരുടെ വാളുകളൊക്കെ ഈ മരത്തമ്മ കൊളുത്തി വെക്കും. കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഐശ്വര്യം ഉണ്ടാകും, ബർക്കത്തുണ്ടാകും, പുണ്യം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് കൊളുത്തി വെക്കുന്നത്. അപ്പോൾ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്ന ആളുകൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്കും ഇതുപോലൊരു മരം നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാലഹും ദാതു അൻവാത്ത്, അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് നിശ്ചയിച്ചു തരണം. അപ്പോ എന്താ അല്ലാഹുവിന്റെ റസൂലുള്ള പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് ഹദാ കമാ ഖാല ഖൗമു മൂസാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനാകുന്നു. ഇത് മഹാനായ മൂസാ നബിയുടെ സമൂഹം അവര് പറഞ്ഞതുപോലെയാണല്ലോ. ഖൗമു മൂസാ, മൂസായുടെ ജനത പറഞ്ഞതുപോലെയാണല്ലോ. എന്താ മൂസാ നബിയുടെ ജനത പറഞ്ഞത്? അന്നൊരു പശുക്കുട്ടിനെ കൊണ്ടുവന്നില്ലേ, അതുപോലൊരു ഇലാഹിനാക്കി തരാനേ. അള്ളയാണല്ലോ ഇലാഹ്. അതുപോലെ പശുക്കുട്ടിനെ പോലെ വേറെ ഇലാഹാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ. അപ്പൊ എന്താണ്? ഒരു മരമാക്കി തരണം എന്നുള്ളത് ഒരു ഇലാഹിന് തുല്യാണെന്നർത്ഥം. അപ്പോ മുടിയെന്നൊക്കെ ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിന് ഇലാഹാക്കണിന് തുല്യ, കടുത്ത ഷിർക്കാണെന്നർത്ഥം, ഷിർക്കിലേക്ക് പോകുന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിലുണ്ടല്ലോ ഷിർക്കിന്റെ ഒരംശം പോലും വരാതെ സൂക്ഷിക്കണം. സ്വർഗത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകണം. നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കടക്കാൻ നമുക്ക് കഴിയില്ല, കഠിനമായ ശിക്ഷയാണ്. ആ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ശരിയായ വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം. ജാറങ്ങളും ദർഗകളും മഖാമുകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെറിയണം. ഈ കള്ളൗലിയാക്കളും ആൾ ദൈവങ്ങളും മാലയും മൗലീദും ജിന്നും പിശാചൊക്കെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? തൂത്തെറിയണം. എപ്പോഴും അല്ലാ അല്ലാ എന്നുള്ള വിശ്വാസം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തൗഹീദുള്ള യഥാർത്ഥ വിശ്വാസികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.